അപ്പം നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദ്അത്ത് എന്ന് പറയാം എന്നാണ് ഇമാം ഷാഫിയുടെ നിർവചന പ്രകാരം. ബിദ്അത്ത് രണ്ട് തരം നിർവചനമാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത്. ഇമാം ഷാഫിയൊക്കെ സ്വീകരിച്ച നിർവചനം മാലം യുഹദ് ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലാത്ത എല്ലാം, അത് ദീനാവട്ടെ ദുനിയാവട്ടെ എന്താവട്ടെ, നബിന്റെ കാലത്തില്ലാത്ത എന്തുണ്ടോ അതിനൊക്കെ ബിദ്അത്ത് എന്ന് പറയാം. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞ ബിദ്അത്ത് രണ്ടെണ്ണമുണ്ട്. ആക്ഷേപിക്കപ്പെടുന്ന ബിദ്അത്തുണ്ട്, പ്രശംസിക്കപ്പെടുന്ന ബിദ്അത്തുണ്ട്. അപ്പോൾ കുല്ലു ബിദ്അത്തുൻ ളലാല എന്ന് പറഞ്ഞത് ദീനിലുള്ള കാര്യങ്ങളെ പറ്റിയാണ്, അതെല്ലാം ആക്ഷേപിക്കപ്പെടുന്നതാണ്. എന്നാൽ അതല്ലാത്ത, ഇതിൽ നിന്നും എതിരല്ലാത്ത വലുതും വന്നേക്കാം. നബിയുടെ കാലത്തില്ലാത്ത, ഖുർആനോ ഹദീസിനോ എതിരല്ലാത്ത കാര്യങ്ങൾ വന്നേക്കാം. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞതാണ് വ്യത്യസ്തമായ വിജ്ഞാന ശാഖകൾ, നഹ്വ് പഠിപ്പിക്കുക, സർഫ് പഠിപ്പിക്കുക, ഫിഖ് പഠിപ്പിക്കുക, അതൊക്കെ നബിയുടെ കാലത്തുണ്ടോ ചോദിച്ചാൽ ഇല്ല. അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ അത് ദീനിന് സഹായകമാണ്, അതിനും ബിദ്അത്ത് എന്ന് പറയാം. പക്ഷെ അത് പ്രശംസനീയമായ ബിദ്അത്താണ്. അതാണ് ഇമാം ഷാഫിയാണ് ആദ്യമായി അങ്ങനെ ബിദ്അത്ത് രണ്ടെണ്ണമുണ്ടെന്ന് പറഞ്ഞത്. അൽ ബിദ്അത്തു ബിദ്അത്താനി, ബിദ്അത്ത് രണ്ടെണ്ണമാകുന്നു. ഇത് ഇമാം ഷാഫിയാണ് ചരിത്രത്തിൽ അറിയപ്പെട്ടിടത്തോളം ആദ്യമായി വിഭജിച്ചത്. ഈ ഒരു അടിസ്ഥാനത്തിലാണ്. അല്ലാതെ പുതിയ നിസ്കാരം, നോമ്പും സക്കാത്തും ഹജ്ജും പുതിയ ദിക്റും ദുആയും ഉണ്ടാക്കിയിട്ട് അതിന് നല്ലും ചീത്തയുണ്ടെന്ന് പറയല്ല അവരൊന്നും ചെയ്തത്. ഈ സംവിധാനങ്ങൾ ഉണ്ടായി വരുമ്പോൾ ആ സംവിധാനം ഉപയോഗിക്കാമോ? ഇല്ല, ഉപയോഗിക്കാം. അതിനും ബിദ്അത്ത് എന്ന് പറയാം. കാരണം ഇമാം ഷാഫി കൊടുത്ത നിർവചന പ്രകാരം നബിയുടെ കാലത്തില്ലാത്ത എല്ലാത്തിനും ബിദ്അത്ത് എന്ന് പറയാം. എന്നാൽ മറ്റു പല പണ്ഡിതന്മാരും സ്വീകരിച്ച നിർവചന പ്രകാരം നബിയുടെ കാലത്തിൽ ഇല്ലാത്തതിന് മാത്രം ബിദ്അത്ത് എന്ന് പറയില്ല. നബിയുടെ കാലത്തിൽ ഇല്ലാതിരിക്കുകയും മതത്തിൽ പ്രത്യേകമായ പുണ്യം കാംക്ഷിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ അതിനാ ബിദ്അത്ത് എന്ന് പറയുള്ളൂ. മതത്തിൽ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ അതിനാണ് ബിദ്അത്ത് പറയുക, അല്ലാത്ത ബിദ്അത്ത് പറയില്ല. അത് ഭാഷയിൽ പറഞ്ഞേക്കാം, അവിടെ ഈ ചർച്ചയിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നപ്പോൾ നബി ഇമാം അഭിപ്രായക്കാരനാണ്. ഇബ്നു തൈമിയ, ഇബ്നു ഹജർ അസ്ഖലാനി ഇവരൊക്കെ ആ പക്ഷക്കാരാണ്. അപ്പോൾ അവരൊക്കെ അതേക്കുറിച്ച് നിർവചന പ്രകാരം നബിയുടെ കാലത്തിനകത്ത് എല്ലാത്തിനും വരില്ല. നബിയുടെ കാലത്തില്ല, പിൽക്കാലത്ത് ഉണ്ടായി വന്നു, അത് ചെയ്താൽ പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിചാരിക്കപ്പെടുന്നു, എങ്കിലേ ബിദ്അത്ത് എന്ന് പറയുകയുള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ പറയപ്പെട്ടൊന്നും ബിദ്അത്തിലേക്ക് വരില്ല. ഇന്നത്തെ പള്ളി, ഇന്നത്തെ മദ്രസ ഒന്നും ബിദ്അത്തായിട്ടപ്പം മാറുകയുമില്ല. അങ്ങനെ പറഞ്ഞൂടാ. ഏതടിസ്ഥാനത്ത് ചെയ്താലും ദഈഫ് ഹദീസ് ആവട്ടെ, മൗദൂ ഹദീസ് ആവട്ടെ, ഒരു ഹദീസും ഇല്ലാതാക്കട്ടെ, ഒരു ഹദീസ് ഉണ്ടാവട്ടെ, അതുണ്ടോ ഇല്ല എന്നുള്ളതല്ല ബിദ്അത്താവാനുള്ള മാനദണ്ഡം. ദഈഫ് ഹദീസ് ഉണ്ടെങ്കിൽ ബിദ്അത്താവൂല, ദഈഫ് ഹദീസ് ഇല്ലെങ്കിൽ ബിദ്അത്താകും എന്ന് പറയാൻ കഴിയില്ല. ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള മാനദണ്ഡം എന്ത് എന്നതാണ് പ്രധാനം. ഇപ്പോൾ ദഈഫ് ഹദീസ് സ്വഹീഹ് ആണെന്നുള്ള തെറ്റിദ്ധരിച്ചുകൊണ്ട് ചെയ്തു. അയാളുടെ ധാരണയിൽ, അയാളുടെ പഠനത്തിൽ അത് സ്വഹീഹ് മനസ്സിലായി, അയാൾ അത് പ്രകാരം അമൽ ചെയ്തു. അമൽ ചെയ്യണം. ഒരാൾക്ക് സ്വഹീഹാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അമൽ ചെയ്യണം. സ്വഹീഹ് അല്ലെന്ന് എപ്പോൾ ബോധ്യപ്പെടുന്നുവോ അപ്പോൾ ആ അമൽ അവസാനിപ്പിക്കും വേണം. അപ്പോൾ ആ ചെയ്ത അമലൊക്കെ ബിദ്അത്താണോ ചോദിച്ചാലോ അല്ല, ഹദീസ് ദഈഫാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അറിവിൽ അത് ദഈഫാന്നുള്ളത് വന്നിട്ടില്ല, സ്വഹീഹാന്ന് തെറ്റിദ്ധരിച്ചു, അത് പ്രകാരം ചെയ്തു, അതൊരിക്കലും ബിദ്അത്തായി മാറുകയില്ല. നേരെ മറിച്ച് ഹദീസ് ഇല്ല, അല്ലെങ്കിൽ ഹദീസ് ദഈഫാണ്, ഹദീസ് മൗദൂ ആണ്, തെളിവില്ല, എന്നാലും നല്ല കാര്യമാണ് എന്ന നിലപാടാണെങ്കിലാണ് ബിദ്അത്തായി മാറുക. അപ്പം അതിൻ്റെ അടിസ്ഥാനം ദഈഫാവട്ടെ മൗദൂ ആവട്ടെ ഒക്കെ അങ്ങനെ തന്നെയാണ്. നേരെ ദഈഫ് ഹദീസ് അമൽ ചെയ്യാം എന്ന ഒരു അസ്ല് പ്രകാരമാണ് ചെയ്തു പോണത്. അപ്പോൾ ബിദ്അത്തായി മാറൂല. ആ അസ്ല് തെറ്റി, ആ അസ്ലാണ് തെറ്റിയത്. അല്ലാതെ അതുകൊണ്ട് ചെയ്ത അമൽ ബിദ്അത്താകുമോ? ഇല്ല, ഹറാമാവും. അപ്പോൾ ഒരു കാര്യം ചെയ്തു, ഇപ്പോൾ സുബഹിയിലെ ഖുനൂത്ത് ഒരാൾ ഓതി എന്നുകൊണ്ട് മാത്രമാണോ ബിദ്അത്താണെന്ന് വെച്ചാൽ അല്ല. നിലപാടുകൾക്കനുസരിച്ച് അതിൽ മാറ്റം വരും. ഒരു അന്ധമായ അനുകരണം, ഹദീസുണ്ടോ നമുക്കറിയില്ല, ഞങ്ങൾ ഷാഫികളാണ്, ഞങ്ങളെ മദ്ഹബിലുണ്ട്, ഞങ്ങൾ ഓതുകയാണ് എന്ന് പറഞ്ഞാലോ അവിടെ ഖുനൂത്തല്ല പ്രശ്നം, നിലപാടിൻ്റെ പ്രശ്നമാണ്. ഖുനൂത്തിനേക്കാളേറെ ആ നിലപാടാണ് പ്രശ്നം. ഇപ്പം ഷാഫി മദ്ഹബിൽ ഖുനൂത്തില്ല, ഖുനൂത്തുണ്ട്. ഹനഫി മദ്ഹബിൽ ഖുനൂത്തില്ല. ഈ രണ്ട് നിലപാടും ശരിയല്ല. ഷാഫിൽ ഖുനൂത്ത് ഓതുന്നത് എന്തുകൊണ്ടാണ്? ഷാഫി മദ്ഹബ് ആയതുകൊണ്ടാണ്. ഹനഫികൾ ഖുനൂത്ത് ഓതാത്തതോ ഹനഫി ആയതുകൊണ്ടാണ്, അല്ലാതെ ഹദീസില്ലാത്തതുകൊണ്ടല്ല. ഞങ്ങൾ ഹനഫികളാണ്, ഹനഫികൾ ഖുനൂത്ത് ഓതൂല, അവിടെ ഞങ്ങൾ ഓതുന്നില്ല. ആ നിലപാട് ശരിയാണോ? അല്ല. സലഫികൾ ഖുനൂത്ത് ഓതാറില്ല സുബ്ഹിക്ക്. എന്തുകൊണ്ട്? നബീന് സ്വഹിയായ പ്രമാണം അതിൽ
സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിലോ പ്രാവർത്തികമാക്കും. അതല്ലാത്ത നിലപാടുകളാണ് തെറ്റ്. അപ്പം നിലപാട് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മസ്അലയിലേക്ക് അത് വരും എന്ന് മാത്രം. വല്ലാഹു അഅലം. ശരി, അപ്പം മൊത്തം ഹദീസ് ഒന്നുകൂടെ പറയാം. അബൂ നുജൈഹ് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം നൽകി. ആ ഉപദേശം മുഖേന കൽബുകൾ ഭയപ്പെടുകയും കണ്ണുകൾ നിറഞ്ഞൊഴുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നബിയെ, ഇത് യാത്ര പറയുന്ന വിട വാങ്ങുന്ന ഒരാൾ ഉപദേശം പോലെ ഉണ്ടല്ലോ ഇത്, അതിനാൽ താങ്കൾ ഞങ്ങൾക്ക് വസിയത്ത് വല്ലതും നൽകിയാലും. അപ്പോൾ നബി ഞങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഞാൻ ഇങ്ങോട്ട് വസിയത്ത് ചെയ്യുന്നു. അതുപോലെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും, നിങ്ങളുടെ നേതാവായി വരുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും, എൻ്റെ ശേഷം നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണും. അപ്പോൾ അവൻ എൻ്റെ ചര്യയും സന്മാർഗികളായ ഖുലഫാ റാഷിദുകളുടെ ചര്യയും മുറുകെ പിടിക്കട്ടെ. അവനത് തൻ്റെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കട്ടെ. പുതിയ ആചാരങ്ങളെ നിങ്ങൾ കരുതിയിരിക്കുകയും ചെയ്യുക. എല്ലാ പുത്തനാചാരങ്ങളും ദുർമാർഗങ്ങൾ തന്നെയാണ്, വഴികേടുകൾ തന്നെയാണ്. അബൂദാവൂദ്, തിർമിദി എന്നിവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സ്വഹിയായ സ്വീകാര്യോഗ്യമായ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ടതാണ്. അവർക്ക് പുറമെ മറ്റു പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നിട്ടുമുണ്ട്. ഏതായിരുന്നാലും ഒരുപാട് ഭാഗത്തേക്ക് വെളിച്ചം വീശുന്ന വചനമാണ് ഈ വചനം. പരമാവധി അതിന് സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ നാം പരിശ്രമിക്കാം. ഹദീസ് നൽകുന്ന പാഠങ്ങൾ 6 പാഠം ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1, പ്രവാചക ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന സ്വഹാബികളുടെ അവസ്ഥ. അത് എവിടെ മനസ്സിലായത്? ഞങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു, കൽബുകൾ പേടിച്ചു. അപ്പം നബി ഉപദേശിക്കുമ്പോൾ അത്രയും അവരത് ഉൾക്കൊണ്ടിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. 2, ചോദിച്ച് പഠിക്കാനും കേൾക്കാനും മുൻഗാമികൾ കാണിച്ചിരുന്ന താല്പര്യം. ഈ ഉപദേശമൊക്കെ കിട്ടിയപ്പോഴും ഒരു പറഞ്ഞ നബിയെ, ഞങ്ങൾക്ക് താങ്കൾ ഇനി പ്രത്യേകമായി വസിയത്ത് നൽകിയാലും. അപ്പോൾ അവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാനും പഠിക്കാനും അവർക്ക് താല്പര്യം കാണിച്ചിരുന്നു. 3, അള്ളാഹുവിനോടും സമൂഹ നേതൃത്വത്തോടുമുള്ള ബാധ്യതകൾ. ഒരു തഖ്വല്ല, അത് അള്ളാഹിനോടാണ്. പിന്നെ സംഅ്വത്വാ, അത് നേതാക്കന്മാരോടാണ്. 4, സമൂഹം അഭിപ്രായ വ്യത്യാസത്തിലാകുമ്പോൾ സ്വീകരിക്കേണ്ട നിലപാട്. അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. 5, ബിദ്അത്തുകളുടെ ദൂഷ്യവും അതിനോടുണ്ടാകേണ്ട സമീപനവും. ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് നബി പ്രത്യേകം പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിക്കണം മുഹ്ദസാത്തിനെ. 6, ഖുലഫാ റാഷിദുകൾക്കുള്ള സ്ഥാനം. കാരണം നബിയുടെ സുന്നത്ത് പറഞ്ഞ കൂടെ തന്നെ സുന്നത്തുൽ ഖുലഫാഇ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. ഖുലഫാ റാഷിദുകൾക്ക് മഹ്ദികളാണ്. 4 ഖലീഫമാരും ഹിദായത്തിൻ്റെ വഴി സ്വീകരിച്ചവർ തന്നെയാണ്, അതിൽ പഴിച്ചു പോയ ആരുമില്ല എന്ന് തന്നെ നബി തങ്ങൾ അതിലൂടെ പ്രത്യേകമായി പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈ ഹദീസ് നമുക്ക് പഠിക്കാം. പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.